വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the name of the Lord. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. I want to give all glory and honor to the Lord Almighty who has enabled me to stand here with God's word this evening. പ്രത്യേകിച്ചൊന്നും പ്രശംസിക്കുവാനോ പുകഴുവാനോ ആശ്രയിക്കുവാനോ ഇല്ല എന്ന് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ കർത്താവിന്റെ കൃപയിൽ പിന്നെയും ആശ്രയിക്കും. Since I know I have nothing to claim anything, nothing to boast about anything, I trust in the sovereign grace. ഇവിടെ കേട്ട പ്രോത്സാഹന വാക്കുകൾക്ക് നന്ദി പറയുന്നു. Thank you for the encouraging words said about me this night. ഈ പ്രദേശങ്ങളിലുള്ള ദേവദാസന്മാരുടെ സ്നേഹിതരും പ്രിയരും പ്രാർത്ഥനാ സഹകാരികളുമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank God for the pastors who are my friends and the co-workers in the vineyard of the Lord. പേരെടുത്ത് പറയുവാൻ വളരെ പേരുള്ളത് കൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. There are many people that I wanted to name, but I know it takes more time. I'm not going to do that. നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നമ്മുടെ സമയം വേർതിരിക്കാം. Let us separate our time to listen to God's word this night. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും അംഗീകാരത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഞങ്ങളെ ഓർക്കണമേ. We are grateful to വിശേഷാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന പാസ്റ്റർ ബിനോയുടെ സഭയും പ്രവർത്തനവും കഠിനാധ്വാനവും ഞാൻ നേരിട്ട് കണ്ടതാണ്. അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതെ, ഡൽഹിയുടെ മണ്ണിൽ അല്ല, സുവിശേഷം എല്ലാ സ്റ്റേറ്റുകളിലും ശക്തിയോടെ വ്യാപിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കുറെ കൂടെ നാം ഉണരേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. I've had the opportunity to first-hand witness the ministry of Pastor Binoy and the work that he is doing in the northern part of India. Let us continue to remember God's work in northern part of India. അവിടെ നടന്ന യോഗം, ഒരു രാത്രിയിലെ യോഗം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. And one evening meeting that I had there, I still cannot forget. ഞാൻ വിചാരിച്ചതിനേക്കാൾ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തമായ അസാധാരണമായ ഒരു പരിശുദ്ധാത്മ പ്രവൃത്തി പ്രകാശം ആ യോഗത്തിൽ വെളിപ്പെടുകയുണ്ടായി. There was unusual move and the light and the enlightenment of the Holy Spirit we felt in that meeting. അതുപോലെ ബീഹാറിലും ഈ വർഷം യാത്ര ചെയ്തപ്പോൾ കണ്ട ദൈവപ്രവൃത്തി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. And you know, as I traveled to other parts of India, especially to Bihar, and I have witnessed God's work, it was so marvelous. എന്തിനേറെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നമുക്ക് കാര്യമായ സഭകളില്ലായിരുന്നു. അവിടെയൊന്നും സുവിശേഷ പ്രവർത്തനങ്ങളോ വലിയ കൺവെൻഷനുകളോ അധികം നടന്നിരുന്നില്ല. In the districts of Kerala, like Kasaragod and Kannur, we didn't have a lot of work, and there were not very big gatherings, Christian gatherings in those areas. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. But today, situation has changed. 3000, 5000, 10000 പേര് നമ്മൾ പാടുന്ന പാട്ട് പാടി, നമ്മൾ വായിക്കുന്ന പുസ്തകം വായിച്ച്, നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഗ്രൂപ്പുകൾ, യേശുക്രിസ്തു മാത്രം രക്ഷകൻ, യേശുക്രിസ്തു മടങ്ങി വരും എന്ന ഉപദേശ സത്യങ്ങൾ വിശ്വസിക്കുന്ന വലിയ കൂട്ടം കണ്ണൂരും കാസർഗോഡും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. Praise God, there are gatherings like 3000, 5000 who subscribe to the same teachings that we have, who sing the same song that we all sing. Praise God for the work that He is doing. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഘടനകൾ അവരിപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും, they may not be the members of the organization that we want them to be part of. സുവിശേഷം വ്യാപിക്കുന്നതിൽ നാം സന്തോഷിക്കണം. We need to rejoice because the gospel is being spread. ഒരു പരസ്യയോഗം നടത്തിയാൽ കല്ലെറിഞ്ഞ് ഓടിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് വന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം എഴുന്നേറ്റത് അത്ഭുതമല്ലേ? Just think about it. You know, if you were to conduct a public meeting, people used to throw stone at you. But things have changed, that people are asking you to come and conduct a meeting there now. നിങ്ങൾ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ വീഗാലാൻഡോ അതുപോലെയുള്ള സ്ഥലങ്ങളോ കാണാൻ പോകാതെ മിഷൻ ഫീൽഡുകൾ കാണാൻ പോകാം. I encourage you, as you go to India to visit, do not just go to some amusement parks, but go to some mission fields. ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആര് പ്രാർത്ഥിക്കും? If you don't pray for India, who will pray for India? ഇന്ത്യയിൽ നടക്കുന്ന വേല പോയി കാണാൻ ഒരാഴ്ച മാറ്റിവെക്കണം ലീവിന് വരുമ്പോൾ. You should set apart at least a week as you come to India to go and visit the mission fields of India. ഇൻഡിപെൻഡൻസ് ഗ്രൂപ്പുകൾ
വളരെ വലിയ തോതിൽ കേരളത്തിൽ വളരുന്നു. A lot of independent groups are just springing up every day in India. ഓരോ പട്ടണങ്ങളിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭകൾ നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ. So many full gospel churches are springing up every day in India. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു കഴിഞ്ഞു. God has already started answering our prayers. നമ്മുടെ പിതാക്കന്മാർ എന്ത് സ്വപ്നം കണ്ടോ അത് സംഭവിച്ചു. The dreams that our forefathers have dreamed is coming true today. ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും അന്യഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തെ അവർ സ്വപ്നം കണ്ടു, നമ്മളത് നേരിൽ കാണുന്നു. They envisioned and dreamt about a day when every village of India there will be somebody speaking in tongues, but we are witnessing what they dreamt. പക്ഷേ ഒരു കാര്യം, But there is one thing. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും പത്രോസ് വന്നപ്പോൾ വീട്ടിൽ കയറ്റിയില്ല. Though people prayed for Peter, when he actually came at the door, they did not open the door. കാരണം ഭൂതം പത്രോസ് അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുക. But you know, they never thought that he would come. പത്രോസ് മുട്ടിക്കൊണ്ട് നിൽക്കുക. Peter is knocking at the door. തുറക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നില്ല. They don't have the confidence to open the door. അത് പത്രോസ് തന്നെയാണ്. That's Peter. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തന്നെയാണ് ഈ കേൾക്കുന്നത്. That's the answer to our prayer. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തന്നെയാണ് ഈ കേൾക്കുന്നത്. What you hear is the answer to our prayers. നമ്മുടെ പിതാക്കന്മാർ വിതച്ചതാണ് ഈ കേൾക്കുന്നത്. This is what our forefathers sowed. നമ്മൾ എഴുതിയ പുസ്തകങ്ങളുടെ റിസൾട്ടാണ് ഈ വന്നു തുടങ്ങിയത്. These are the results of the books that they have written. നമ്മൾ കൊടുത്ത ട്രാക്റ്റിന്റെ മറുപടിയാണ് ഈ കാണുന്നത്. These are the results of the tracts they have distributed. സ്വപ്നം യാഥാർത്ഥ്യമായി തുടങ്ങി. But the dream is coming true. ഇനി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങണം. So don't be just dreaming, now get into the reality. ദൈവം നമുക്ക് തന്ന സൗകര്യങ്ങളും ദൈവം നമുക്ക് തന്ന സാധ്യതകളും ഇന്ത്യയുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. Let us use our resources and the possibilities to evangelize and touch India. മിഷൻ സ്റ്റേഷൻസ് എവിടെയൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന ഒരു പഠനം നടത്തി അതിനാളുകളെ ചുമതലപ്പെടുത്തണം. You should actually make a study about mission stations, possible adopting mission stations, and appoint people in those places. നിങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ സുവിശേഷ വേലയ്ക്കായിട്ട് വിടണം. And you should set apart one of your children to mission work. 2-3 കിടാവുകൾ കിട്ടുള്ളൂ. We can send 2 or 3, that is great. കുറഞ്ഞതൊന്നെങ്കിൽ At least one. പക്ഷെ ഒന്നേ ഉള്ളല്ലോ. You might say, Pastor, all I have is just one. അതിനെ കൊടുത്തേ. Just give it to the Lord. നെഞ്ചത്ത് കൈ വെച്ചോണ്ട് പറ, ഇതിനേക്കാൾ വലിയൊരു ജോലിയുണ്ടോ? Just can you honestly say, is there any job greater than this? ഇതിനേക്കാൾ മാന്യമായ ഒരു വേലയുണ്ടോ? Anything greater than this profession? നീ ഭൂമിയിൽ ഏത് ജോലി ചെയ്താലും 70 കൊല്ലത്തിനുള്ളിൽ പിരിച്ചു കിട്ടും. Anything that you do on this earth, you know, by the time you're 70, they'll just make you retire. കർത്താവിന്റെ വേല ചെയ്താൽ നിത്യതയിൽ നീ ആദരിക്കപ്പെടും. But you know, if you serve God in eternity, yes, you will be respected and rewarded. നീ പറയുന്നത് വിശ്വസിക്കുന്നെങ്കിൽ നീ അതിന്റെ മക്കളോട് പറ. If you really believe, then share it with your children. നീ പറയുന്നത് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ മക്കളെ അതിന് വിട്. If you really believe what you say, send your children for that. പാസ്റ്റർ, അവർക്ക് വിളി വേണ്ടേ? Pastor, don't they need to get a call? എഞ്ചിനീയറിംഗിന് വിളിയുണ്ടോ? Do you have a call for engineering? മെഡിസിന് വിളിയുണ്ടോ? Do you have a call to go for medicine? നഴ്സിംഗിന് വിളിയുണ്ടോ? Do you have a call for nursing? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തു. You have an interest, you implement that in your children. ഞാൻ പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടോ? Do you disagree with what I say? നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയത് നിങ്ങൾ അവരുടെ ഉള്ളിൽ കൊടുത്തു. Whatever you felt was good, you implanted in their hearts. മിഷൻകാർക്ക് നല്ലതല്ലെന്ന് തോന്നിയോ? Did you feel that this God serving God is not a good profession? പാസ്റ്റർ, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെടാതെ ഞങ്ങളുടെ പിള്ളേരെ ഇങ്ങനെ കഷ്ടപ്പെടാതിരിക്കേണ്ടത് നിങ്ങൾ വിചാരിച്ചു. Or you might say that, Pastor, we have struggled a lot growing up in pastor's family. We don't want our children to go through this thing. നീ എല്ലാം കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ, അവനെന്ന് കഷ്ടപ്പെട്ടോണ്ടല്ലേ നീ ഇന്ന് കഷ്ടപ്പെടാതിരിക്കുന്നത്. Think about because they struggled that day or you struggled that day, and you are reaping the result and you are not struggling today. ഒരു സന്തതിയെങ്കിലും ഈ ഫീൽഡിൽ വിട്ടേച്ച് പോകാവുള്ളൂ. You must leave one of your children in this field. പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു കൊച്ചിനെങ്കിലും കൊടുത്തിട്ടേ ഇവിടെ പോകാവുള്ളൂ. You must depart this earth after giving one of your children to full-time service. ഇവിടുത്തെ സഭകൾക്ക് ശുശ്രൂഷകന്മാരാകുവാൻ ആരുടെ? Just think about who we got to become full-time pastors in churches here in the US. വളർന്നു വരുന്ന വിദ്യാഭ്യാസമുള്ള മോഡേൺ കുട്ടികൾക്ക് വേണ്ടി ദൈവസഭയുടെ ശുശ്രൂഷ വഹിപ്പാൻ നമ്മുടെ പിള്ളേരല്ലാതെ ആരെഴുന്നേൽക്കും? To
to give leadership and teach and pastor growing, educated young people. Who else will be there? നമ്മുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയെ ദൈവം ഇന്ന് രാത്രി ഉണർത്തട്ടെ. God is, may the Lord touch the honesty of actually our inner heart. യാഥാർത്ഥ്യങ്ങളെ കാണേണ്ട സമയമാണിത്. It's time to see reality. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമല്ല. You should quit seeing dreams now. യാഥാർത്ഥ്യങ്ങളെ കാണേണ്ട സമയമാണ്. It's time to see reality. ഈ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this time. പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ നിൽക്കാനോ എല്ലായിടത്തും പോകാനോ സാധിച്ചില്ല. You know, I just couldn't go anywhere as people called. അതിന്റെ കാരണം ഞാനൊരു സഭാ ശുശ്രൂഷകനും കൂടിയാണ്. The reason is that I am a pastor also. ഞാനൊരു മാസത്തിൽ കൂടുതൽ ലീവ് സഭയിൽ നിന്ന് എടുക്കാറില്ല. Usually I don't take more than a month of leave from my church. അത് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യമോ അതിൽ കൂടുതലോ ആകുമ്പോൾ നിങ്ങളാണെങ്കിൽ ആ ലോക്കൽ സഭയിലെ അംഗങ്ങളെങ്കിൽ നിങ്ങൾ പിണങ്ങത്തില്ലേ? If you are the members of the local church, and if I take 2 or 3 times like that, you would not agree with that. അത് തന്നെ പ്രശ്നം. That's the problem. എങ്കിലും കർത്താവ് ഒരു പൊതുദൂത് ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പോകാതിരിക്കാനും പറ്റും. Since the Lord has given me a ministry to the general population, I must go. കാര്യം ഇത് സന്തോഷമാണ്. നല്ല ഭക്ഷണം, നല്ല കാറ് കൊണ്ടു നടക്കാൻ ആളുണ്ട്. പക്ഷേ ദൈവം ഏൽപ്പിച്ച ഒരു ചർച്ച ഉള്ളത് കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. You know, this is a good thing. There are people to take me around, good food, people to care for. But I have a local church that I'm responsible for. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. Let us turn to God's word. ഇന്നലെ രാത്രി വായിച്ച വാക്യം നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരട്ടെ. I pray that the verse that we meditated last night, may we recall it. ആ വാക്യത്തെ നമ്മുടെ ഭാഷയിലേക്ക് ഞാനൊന്ന് തർജ്ജമ ചെയ്യാം. May I paraphrase that particular verse? പലതും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. There are many things happens in many places. പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Many probably would say many things. എന്നാൽ ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിന്ന് വീര്യപ്പെടും. But those who know their God will stand firm and resist. അവിടെ എഴുതിയിരിക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പലരും പലതും പറയുന്നു, പലതും പലയിടത്തും സംഭവിക്കുന്നു. എങ്കിൽ ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Many people say many things in many places and do many things, but those who trust in God will stand firm and do great things. പലതും പലയിടത്തും സംഭവിക്കുന്നുണ്ട്. Many things happening in many places. പലരും പലതും പറയുന്നുണ്ട്. Many people saying many things. പക്ഷെ ദൈവത്തെ അറിയുന്നവൻ, but those who know God, പറയല്ല പ്രവർത്തിക്കുക. He's not just talking something, he's doing something. Daniel 11:22. Daniel 11 verse 32. 32, correct. അതിന് മുകളിൽ പല കാര്യങ്ങൾ വഷളത്വം ദുഷ്ടതയൊക്കെ കാണുന്നത്. Above that particular verse it talks about many things. പക്ഷേ ദൈവത്തെ അറിയുന്നവൻ പറയല്ല പ്രവർത്തിക്കുക. But the one who knows God is not just talking many things, but he's doing things. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കുക. The one who knows God is firm, standing firm. അവൻ ആടുന്നില്ല, ഇളകുന്നില്ല, മാറുന്നില്ല, മറിയുന്നില്ല. He's not swaying, he's not shaken, he's not moving to place. അവസരവാദിയാകാൻ ദൈവത്തെ അറിഞ്ഞോണ്ട് പറ്റില്ല. You know, you cannot be an opportunist if you know God. അവസരത്തിനനുസരിച്ച് മറിയാനും മാറാനും ദൈവത്തെ അറിഞ്ഞവന് പറ്റില്ല. One who knows God, he cannot change according to the situation. ദൈവത്തെ അറിഞ്ഞവനൊരു നിലപാടുണ്ട്. A man who knows God, he has his own conviction. അവൻ അതിൽ നിൽക്കും. And he will stand firm in his conviction. അവൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും. He will work for his conviction. Praise the Lord. Praise the Lord. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തെ അറിയാം. The reason is this, he knows his God. ഈ മാറ്റമറിച്ചിലുകൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. It's a human beings that actually makes this changes and shiftings. അത് കണ്ടുകൊണ്ട് ദൈവ മനുഷ്യന് മാറാനൊക്കെയില്ല. കാരണം അവൻ മാറ്റമില്ലാത്ത ദൈവത്തെയാണ്. Seeing the changes that's around him, a man of God cannot change because he believes and serves a God who doesn't change. ഇത് എഴുതുന്ന ദാനിയേല് പല രാജാക്കന്മാരെ കണ്ടവനാണ്. You know, the author of this book, Daniel, has seen many kings come and go. ആരും
സ്ഥിരരല്ലെന്ന് അവന് മനസ്സിലായി. And he knew one thing, that none of these things people are established forever. അവർക്കാർക്കും വ്യക്തമായൊരു നിലപാടില്ല. They don't have a personal conviction in any matter. അവര് സാഹചര്യത്തിനനുസരിച്ച് ചാടുന്നവരാണ്. They jump and change according to the situation. എന്നാൽ മാറാത്ത ഒരുത്തനെ ദാനിയേലിന് അറിയാം. But Daniel know about somebody who doesn't change. കുന്നുകൾ മാറിപ്പോകും, Well, the mountains may move, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, the hills will go, മാറാത്ത ഒരുത്തനാണ്. but there is one who never changes. യഹോവയായ ഞാൻ മാറാത്തവൻ. That is God Jehovah, I don't change. മാറാത്തവനെ അറിഞ്ഞവൻ ഉറച്ചു നിൽക്കും. The one who knows the person who never changes, he will stand firm. അവൻ ക്ലൈമറ്റ് അനുസരിച്ച് മാറുന്നവനല്ല. He doesn't change according to the climate. കഷ്ടകാലത്തും നല്ല കാലത്തും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കും. In tough times and in good times, he will serve and stand steady. അവൻ അമാവാസിലും പൗർണമാസിലും കാഹളം. In all seasons, he will blow his trumpet. അവന് മാറാത്തൊരു ദൈവത്തെ അറിയാം. Because you know of a God who never changes. അതുകൊണ്ട് അവൻ ഉറച്ചു നിൽക്കും. Therefore, he will stand firm. അവൻ ഉറച്ചു നിൽക്കും. He will be firm. അവനെ ഇളക്കാൻ ആർക്കും കഴിയില്ല. Nobody can shake him. അവൻ വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand for his word. അവൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand for his God. അവൻ വിശുദ്ധിക്ക് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand firm for holiness. അവൻ ഉപദേശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand firm for doctrine. അവൻ നിത്യതയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand firm for eternity. Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? Praise Him. Hallelujah. അവൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand firm for his God. അവൻ വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. He will stand firm for the word of God. ഉപദേശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. And for the doctrine. വിശുദ്ധിക്ക് വേണ്ടി ഉറച്ചു And നിൽക്കും. for holy life. നിത്യതയ്ക്ക് വേണ്ടി ഉറച്ചു. And for eternity he will be firm. എന്തുകൊണ്ട്? Why? അവൻ ദൈവത്തെ അറിയാം. Because he knows his God. ഈ കാണുന്നവരൊക്കെ മാറുന്നവരാണ്. All people that you see, they change. ഒന്നും നിൽക്കത്തില്ല. Nothing will be here forever. ഇന്നത്തെ ധനവാൻ നാളത്തെ ദരിദ്രൻ. Today's rich man, tomorrow's poor man. ഇന്നത്തെ വലിയവൻ നാളത്തെ ചെറിയവനാണ്. And today's big person is a small person. ഒന്നും സ്ഥിരമല്ല. Nothing is for sure. ദാനിയേൽ ഇതെല്ലാം കണ്ടവൻ. Daniel has seen all, witnessed all this. അവൻ ഉറച്ചു നിന്നു. And he stood firm. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. One who knows his God will stand firm. ഇന്ന് രാത്രിയിൽ ഇളകുന്ന മനസ്സാണോ സഹോദരി നിനക്ക്? Sister, do you have a heart that is really changing all the time? ഇന്ന് രാത്രി പകർന്ന ഹൃദയമാണോ സഹോദര നിനക്ക്? Do you have a heart that is not standing firm? അത് മനുഷ്യ പ്രകൃതമാണ്. That is common to human nature. മനസ്സിളകി പോകും. There are times our hearts, get shaken. നീ ദൈവത്തെ അല്പം കൂടി അറിഞ്ഞാൽ മതി. You just need to know your God a bit more. ഞാൻ ഒരു ദേവദാസന്റെ അനുഭവം ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്. I have shared a story of a man of God in a few places. പാസ്റ്റർ വി.എ. തോമസ്. His name is Pastor V.A. Thomas. ചുരുക്കിയ കാലം മാത്രം മലയാളക്കരയിൽ മിന്നല് പോലെ പ്രസംഗിച്ച് നടന്ന ഒരു മനുഷ്യനാണ്. Man of God, who came to the land of Kerala, like lightning. His ministry was so short. ഒരുപാട് രാജ്യങ്ങളൊന്നും അദ്ദേഹം പോയിട്ടില്ല. He didn't travel to many other countries. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്നും നിലനിൽക്കുന്നു. But his messages are still very strong. It's in the hearts of people. ഉപദേശ സത്യങ്ങൾ അതിശക്തമായി വിളിച്ചു വന്നൊരു മനുഷ്യൻ. He preached the doctrines very strong. അദ്ദേഹം ഡൽഹിയിൽ പ്രസംഗിക്കാൻ പോയപ്പോ He went to preach in Delhi. പെട്ടെന്ന് വയറ്റ് സുഖമില്ലാതെ All of a sudden he had some stomach trouble. തീരെ ബലഹീനായ മനുഷ്യനാണ്. He's a very, very skinny person. താനും തർജ്ജിമക്കാരനും കൂടെ ഒരു മുറിയിൽ താമസിക്കുകയാണ്. And the pastor and the translator, they live in a room. പെട്ടെന്ന് വയറ്റുവേദനയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. He said, I'm having a stomachache. ടോയ്ലറ്റിൽ പോയി. Went to the toilet. തിരിച്ചു വന്നു. Came back. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പോയി. He went again. തർജ്ജിമ ചെയ്യുന്ന ആള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. The translator started praying. ഈ മനുഷ്യൻ വളരെ ബലഹീനനാണ്. He was very weak. 3-ാം പ്രാവശ്യം പോയി. But the 3rd time, 4-ാം പ്രാവശ്യം പോയി. 4th time, 5-ാം പ്രാവശ്യം and 5th time, അദ്ദേഹം തളർന്നു. he was very tired, weak. അടുത്ത പ്രാവശ്യം ബാത്റൂമിലേക്ക് പോണ വഴി തെന്നി വീണു. And next time as he was going to the bathroom, actually he fell. അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞെന്ന് തോന്നിട്ടു. And thought that, as though everything was over. ബോധം കെട്ടതുപോലെ തോന്നി. Was almost unconscious. തർജ്ജിമ ചെയ്യുന്ന ദൈവദാസൻ ഉറക്കെ കരഞ്ഞു. And the man who was translating for him started crying aloud. സഹായിക്കണേ, ഓടി വരണേ എന്ന് പറഞ്ഞു. Come, help! ഈ മനുഷ്യനെ ബാത്റൂമിൽ കിടന്നെന്ന് പറയുക, വയറിളകുന്നതിന് കുഴപ്പമില്ല, മനസ്സിളകില്ല.
He said there is nothing wrong and something going wrong with your stomach, but make sure that your heart's turned firm. പുള്ളി നിർത്തിയില്ല. He didn't stop there. പുള്ളി പറഞ്ഞു വയറിളകുന്നതിന് മരുന്നുണ്ട്. There is medicine for stomach upset. പക്ഷെ മനസ്സിളകിയ പിന്നെ മരുന്നില്ല. But your heart get upset, there is no medicine for it. എന്താ ഇതിന്റെ ഈ വാക്കുകളുടെ ശക്തി എവിടെ നിന്ന് വന്നത്? Where did the power of this words come from? ദൈവത്തെ അറിയാം. He knew his God. സംഭവങ്ങൾ നന്മയ്ക്കായി മാറും എന്നറിയാം. He knew that things happens and they'll turn out to be for good. എന്തും സംഭവിച്ചോ. Then what happened? Whatever may happen. ഭൂമി മാറിപ്പോയാലും, even the earth moves away, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, even the mountains shake and then fall into the ocean, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, the water rises up, ഞാൻ ഭയപ്പെടുകയില്ല. I will not be afraid. കാരണം because ഒരു നദിയുണ്ട്. there is a river. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു. And who knows his God will stand firm. കൂരിനും താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊന്നും പേടിക്കത്തില്ല. I go through the valley of darkness. എന്തുകൊണ്ട്? Why? നീ എന്നോട് കൂടെ ഇരിക്കുന്നു. You are with me. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചിരിക്കണം. The one who knows his God will stand firm. സഹോദരി, 11 ഹൃദയമാണോ നിനക്കുള്ളത്? Sister, do you have a heart that really get upset and shaken all the time? നീ ദൈവത്തെ അറിയാത്തതുകൊണ്ടാ. Its reason is because you don't know your God. അറിയാം, പക്ഷെ കുറച്ചുകൂടി അറിയാം. You know him, yes, but you need to know a little more. അതിനാണ് ഈ യോഗം വെച്ചത്. That's the reason we have a meeting like this. അതിനാണ് കൂടെ മീറ്റിംഗ് വെക്കുന്നത്. That's the reason we often have meetings. ഓരോ കൂട്ടായ്മയിലും ദൈവത്തെ കുറിച്ച് ഒരു പുത്തൻ ചിത്രം നമുക്ക് കിട്ടും. In every fellowship meeting we get a new picture about this God. ഓരോ വചന ധ്യാനത്തിലും നിന്റെ ദൈവത്തിന്റെ വലിപ്പമാണ് നീ കാണുന്നത്. Every meditation of God's word you see how big your God is. ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ ദൈവമേ നീ എത്ര വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് പോകണം. You should be able to go away from every meeting thinking how great you are, oh God. പുള്ളി എന്നാ പ്രസംഗിയാന്ന് പറഞ്ഞു പോകരുത്. Don't go away from this place, oh what an awesome preacher he is. എന്റെ ദൈവമേ നീ എത്ര വലിയവൻ. You should be able to say how great you are, oh God. എന്റെ ദൈവമേ നീ എത്ര വലിയവൻ. How big you are, oh God. എന്റെ കർത്താവേ നീ എത്ര വലിയവൻ. How awesome you are, oh God. ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, hallelujah. ദൈവത്തെ അറിയുക. Know your God. ഇന്ന് രാത്രി നാം ഈ പുസ്തകത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കാൻ പോവുകയാണ്. We are continuing our meditation from this particular book. ദൈവത്തെ ദാനിയേൽ അറിഞ്ഞത് എങ്ങനെ? How did Daniel know his God? ഇന്നലെ അബ്രഹാമും മോശയും അറിഞ്ഞത് ഞാൻ പറഞ്ഞു. I talked yesterday about how Abraham and Moses knew their God. എല്ലാവർക്കും നന്നായി മനസ്സിലാക്കുകയും ഓർക്കുകയും ചെയ്യാവുന്നതുപോലെ ദാനിയേലിന്റെ ബുക്കിൽ നിന്ന് മാത്രം പറയാൻ പോവുകയാണ്. I want to speak actually from the book of Daniel itself. ദാനിയേൽ ബുക്കിൽ നിന്ന് സാധാരണ നമ്മൾ പ്രവചന വിഷയങ്ങളാണ് പഠിക്കാറുള്ളത്. We learn a lot of prophetical teachings actually learned from the book of Daniel. എന്നാൽ ഞാൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. I'm not a specialist in prophecy. എന്നാൽ ഞാൻ പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. My focus is on practical Christian life. ദാനിയേൽ ദൈവത്തെ അറിഞ്ഞു. Daniel knew his God. ഓരോ അധ്യായത്തിലൂടെയും പോയാൽ നമുക്കൊരു 24 കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. If you go through each of this chapter, you will actually come across almost 24 things about him. അതിലൊരു 7 എണ്ണം ഇന്ന് രാത്രി പറയണമെന്ന് എനിക്ക് ആഗ്രഹം. And tonight I want to speak about 7 things out of the 24. Number 1. അധ്യായം 1 chapter 1 വാക്യം 8. 1 verse 8. Daniel resolved not to defile himself with the royal food and wine, and he asked the chief official for permission not to defile himself this way. ഈ പുസ്തകത്തിന്റെ ചെറിയൊരു വിവരണം പറയാം, എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി. I want to give a brief intro to this particular book. ഇസ്രായേൽ മക്കൾ എന്നറിയപ്പെടുന്നത് ദൈവത്തിന്റെ ജനം അത്രേ. The people who are known as Israel, they are actually God's children. അവർ ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോഴൊക്കെ ദൈവം അവരെ അടിച്ചിട്ടുണ്ട്. Anytime they disobey God, God has punished them. അങ്ങനെയുള്ള ഒരു അടിയുടെ അനുഭവമാണ് ഈ പുസ്തകം. This book is actually
one of such punishment that God has done. ഒന്നാമത്തെ ദൂത്, The first message is, ദൈവമക്കളാണെങ്കിൽ അടി കിട്ടും. if you are a child of God, you definitely get chastisement from God. ഈ വർഷം അടി കിട്ടിയവരൊക്കെ കൈവക്കണ്ട. അടി കിട്ടിയവരുണ്ടോ? How many of you received any form of chastisement from your God this year? എനിക്ക് അടി കിട്ടിയെന്ന ഉത്തരവെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. If you believe that yes, I did receive it, then you're okay. അടി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആവർത്തിക്കും. If you say no, then I'll have to repeat the question. ഈ മദ്രാസിലെ വിസയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. When you go for visa in consulate, they will ask you, have you ever applied for visa prior to this? അപ്പൊ ഏജന്റ് എന്നോട് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആവർത്തിക്കും. If you say yes, then they will ask you the question again. എന്ന് എന്തുകൊണ്ട് കിട്ടിയില്ല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു, മൂന്നാം ചോദ്യം. Then they will ask you why it was rejected, and all those questions you'll have to answer. നോ എന്ന് പറഞ്ഞ ഡോർ അടഞ്ഞു. When you say no, the door is closed, no more questions. എന്നാൽ ഇവിടെ യെസ് എന്ന് പറഞ്ഞ ഡോർ അടഞ്ഞു. But here, if you say yes, that's the end of it. പക്ഷെ നോ എന്ന് പറഞ്ഞാൽ ഡോർ തുറക്കുക. If you say no, means there are further questions. അടി കിട്ടിയിട്ടില്ലേക്കല്ലോ. So you have never received any punishment, chastisement from the Lord this year? എന്നാൽ വലിയൊരു പ്രശ്നമാണ്. There's an issue. ഒന്നെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, Number one, either you're a perfect person, അല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല. or else you're not a children. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം വെറുതെ വിട്ടു. So if you're perfect, no problem with it. മറ്റവരെ സൂക്ഷിക്കണം. The other people need to be very careful. പെർഫെക്റ്റ് ഉണ്ടോ ഇവിടെ? But my question is, do we have perfect people here? ഞാൻ ഒരിടത്തും കണ്ടില്ല. I have not seen any perfect people anywhere I travel. കാണാൻ സാധ്യതയില്ല. I don't think there is a possibility for that. ദൈവമക്കളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടും. If you are a child of God, you will get correction from your Lord. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കും. Father punishes and corrects the children whom he loves. പ്രിയപ്പെട്ടവരെ, പ്രാക്ടിക്കലായിട്ടുള്ള സത്യം തുറന്നു പറയാം, അടി കിട്ടുന്നുണ്ട്, പക്ഷെ പിടി കിട്ടുന്നില്ല. You know, I'm actually telling you that I'm just getting corrected and getting punished at times, but I don't understand all these things. എന്റെ മലയാളം മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. I hope you understand my Malayalam. അടി കിട്ടുന്നുണ്ട്, പക്ഷെ പിടി കിട്ടുന്നില്ല. I get corrected, but I don't understand this one. ഇത് അടിച്ചതാണോ? Is it really a punishment to God? അതെ, അടിച്ചതാ. That is exactly true. That's punishment. പരിശോധിച്ചാൽ മതി. Just examine. പെട്ടെന്നുണ്ടായ രോഗം, പെട്ടെന്നുണ്ടായ ആക്സിഡന്റ്, ഡാഷ് 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 ഡാഷ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, എല്ലാറ്റിനകത്തും ദൈവത്തിന്റെ ഒരു അറിവില്ലാതിരിക്കൂ. You know, sudden accident, sudden sickness, sudden financial shortage. Think about this. There is a hand of God. പിശാചിനെ ശാസിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദൈവം അറിയാതെയല്ല. You can rebuke Satan, but it is definitely with God's knowledge. ഇവിടെ ഇപ്പൊ പിശാചാ ചെയ്തേ. This is, of course, here, this is done and caused by devil himself. 1:1-2 വായിച്ച്. Read chapter 1, verses 1 and 2. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. ആരാ ഇത് ചെയ്തേ? Who did this? നെബൂഖദ്നേസർ. It is Nebuchadnezzar. എവിടെ വന്നു? Where did he come? ദൈവസഭയിൽ വന്നു. He came to the church of God. എന്ത് ചെയ്തു? What did he do? ദൈവജനത്തെ കീഴ്പ്പെടുത്തി. He subdued them. യേശുവിന്റെ നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞ പോകുകയില്ല. And you say in the name of Jesus, just go. ദൈവം അയച്ചതാ. God sent them. അടുത്ത വാക്യം വായിച്ച്. Read the next verse. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ പിന്നെ വെറുതെ ഇതിനെ ശാസിക്കണം. Why do we have to continue to rebuke devil when it says clearly it is God who delivered them into his hand? ദൈവം അനുവദിക്കാതെ ഒരു നെബൂഖദ്നേസറും തന്റെ ജനത്തെ തൊടുകയില്ല. Unless God permits, no Nebuchadnezzar will come and touch God's children. ദൈവം അനുവദിക്കാതെ ഒരു പിശാചും നിന്നെ തൊടുകയില്ല. Unless God allows, no Satan can touch you. ദൈവം അനുവദിക്കാതെ ഒരു മന്ത്രവാദിയും ദൈവം നിന്നെ തൊടുകയില്ല. Without permission, no sorcerer will come and attack the children of God. അങ്ങനെയാണെങ്കിൽ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവേ ഇതിനകത്തുള്ള ദൈവ വഴി എന്നെ അറിയിക്കണമേ എന്ന്. If you are going through a difficult time, a tough time, through a pain, ask the Lord and cry out, "Dear Lord, just tell me your way." ഞാൻ ഇന്നാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു,
നമ്മുടെ ഇടയിലെ രോഗങ്ങൾ അത്ര പെട്ടെന്ന് സൗഖ്യമാവൂല. And so I was talking to somebody today that sicknesses among God's children will never get healed very easily. എന്നാൽ സുവിശേഷം കേൾക്കാൻ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയുടെ രോഗം പ്രസംഗത്തിനിടെ അത്ഭുത സൗഖ്യം ഉണ്ടാവും. But the person who is coming to listen to the gospel for the very first time, he gets healed as he listens to God's word. എന്തിനാണെന്ന് അറിയാമോ? You know why? സുവിശേഷം പ്രൂവ് ചെയ്യാൻ വേണ്ടി. Because it is to prove the gospel. ഇത് ദൈവത്തിന്റെ മെസ്സേജ് ആണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഹീലിംഗ്. It is to give him the conviction, that to assure him that this is God's word. നല്ലത് ബോധ്യപ്പെട്ട നിനക്ക് ഹീലിംഗ് ഉടനെ കിട്ടില്ല. But for you who knows that this is God's word, you will not be healed immediately. നീ അതിനകത്തുള്ള ദൈവഹിതം അറിയണം. You need to know God's will in that. Amen. Hallelujah. ഉടനെ പ്രവാചകനെ അന്വേഷിക്കരുത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. Don't seek a prophet, but kneel and tremble in God's presence. ഉടനെ അത്ഭുത രോഗശാന്തിക്കാരനെ തേടി വണ്ടി പിടിച്ച് ഓടരുത്. മുട്ടുകുത്ത് ദൈവമുഖം അന്വേഷിക്കുക. Don't take your car and run after people who do miraculous things, but kneel before God. ദൈവം തന്റെ സഭയെ ശുദ്ധീകരിക്കുന്നവനാണ്. God is the one who cleanses his church. ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്നവനാണ്. God punishes and corrects his children. ദൈവം തന്റെ ജനത്തെ പണിയുന്നവനാണ്. God builds his church. കാരണം അവൻ വിശുദ്ധനാണ്. Because he's a holy God. Praise. Praise the Lord. Hallelujah. ഇന്ത്യയിൽ ഒരു പൗരൻ തെറ്റ് ചെയ്താൽ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് അല്ല അടിക്കുന്നത്. If a citizen of India commits a sin, it's not the Prime Minister of India punishes this guy. അതിന് അടി പഠിച്ചവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. There are people who knows exactly how to take care of them. He entrusts them to them. ദൈവം നമ്മളെ നേരിട്ട് അടിക്കുക. നെബൂഖദ്നേസറിനെ വടി കൊടുത്തു വിട്ടതാ. God doesn't do things, punishment directly. He allows people like Nebuchadnezzar to come and carry out the judgment. നെബൂഖദ്നേസർ ഒരു കാര്യം ഓർത്തോണം, സൂക്ഷിച്ചടിച്ചോണം. But Nebuchadnezzar needs to be very careful. You better be careful as you punish. ഒരു മിനിമം ടൈം കഴിഞ്ഞാൽ അടി നിനക്ക് തിരിച്ചു കിട്ടും. And after some time, after a period is over, you probably get back. ഇവൻ ഇപ്പൊ കുറെ കാലം നിന്റെ അടുത്ത് കിടന്ന് അടി കൊള്ളും, പക്ഷെ അവൻ എന്റെ മകനാണ്. I want you to know that he's probably under you for some time. But remember, Nebuchadnezzar, he is after all my child. അവന്റെ ശുദ്ധീകരണം പൂർത്തിയായി എന്ന് ഞാൻ കണ്ടാൽ അവനെ ഞാൻ മാറ്റും. Once his cleansing is over, I will remove him from your presence. പേടിക്കണ്ട. Don't be afraid. ഈ കഷ്ടത കൊണ്ട് ഈ കഥ തീരുകയില്ല. Oh, the story never ends with your trouble. ഈ രോഗം കൊണ്ട് ഈ കഥ തീരുകയില്ല. Oh, the story will never end with your sickness. ഇതിനൊരു സമയം വെച്ചിട്ടുണ്ട്. God has appointed a time. കാറ്റേ അടങ്ങുക. Oh, wind be still. കാറ്റേ അടങ്ങുക. Wind be still. കടലേ ശാന്തമാകുക. Sea be still. എന്നൊരു കൽപ്പന വരും. Oh, there's a voice coming. നീ ചാടി എഴുന്നേൽക്കും. Amen. You will rise up. നീ വിടുതൽ പ്രാപിക്കും. You will be healed. നീ ആദ്യം പ്രയോജനപ്പെടും. You will be of much use. ഇന്ന് രാത്രി ദൂത് കേട്ടുകൊള്ളുക. Tonight, listen to the message. ഈ കഷ്ടത അന്ത്യമല്ല. This is not the end of it. ഈ കഷ്ടത അന്ത്യമല്ല. This trouble is not the end. ഈ രോഗം അന്ത്യമല്ല. This world is not the ഇത് end. നിന്റെ ശുദ്ധീകരണത്തിനാണ്. This is for your own ഇത് നിന്റെ holiness. വിടുതലിനാണ്. This is for your deliverance. നമ്മുടെ ദൈവം അടിക്കുന്ന ദൈവമാണ്. Our God corrects us and punishes us. മുറിക്കുന്ന ദൈവമാണ്. He cuts us. മുറി കെട്ടുന്ന ദൈവം. He also binds us. തലോടുന്ന ദൈവമാണ്. He touches us. ചതഞ്ഞവിടെ ഒടിച്ചു കളയും. He will not break a broken reed. പുകയുന്ന തിരികെടുത്ത് കളയും. He will not quench the fire. Praise the Lord. ഇസ്രായേൽ ജനത്തിന് ശിക്ഷാകാലമായിരുന്നു ബാബിലോണിലെ വാസം. The time in Babylon was a part of the punishment. രണ്ടാം വാക്യം പിന്നെ വായിച്ചാട്ട് ദാനിയേൽ 1:2. Let's read Daniel chapter 1 verse 2. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ വചനത്തിലേക്ക് നോക്കൂ. ബൈബിൾ നിങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope you have a Bible. Please turn to that portion. ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെ ദൈവം പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. Listen, some of the articles from the temple of God actually allowed it to be carried off into the temple of the gods of Babylon. പാത്രങ്ങൾ എന്നതിന്റെ പുതിയ നിയമാർത്ഥം കേട്ടിട്ടുണ്ടല്ലോ.
the articles, you have listened to the meanings. അപ്പോസ്തല പ്രവൃത്തി 9-ലും കൊരിന്ത്യർ ലേഖനത്തിലും Acts 9 and in Corinthians, ദൈവത്തിന്റെ പാത്രം നമ്മളാണ്. it talks about the vessel. Yes, you are the vessel. ശൗലിനെ പൗലോസിനെ കുറിച്ച് പറയുന്ന അവൻ എന്റെ നാമം വഹിക്കുന്ന പാത്രമാണ്. He's a vessel actually carries my name. ഇവിടെ ഈ പുഷ്പങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലാണ്. You know, the flowers are kept in a vase. ഈ പാത്രത്തിലോട്ട് ഒറ്റ മനുഷ്യൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. No one has ever actually paid any attention to the vase. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. Only after I said it, you started looking. പക്ഷെ വരുന്ന വഴി പൂ കാണും. But you'll always look at the flowers. ഇതാ എന്റെ നിങ്ങളുടെ ജോലി. This is what our job is. കർത്താവിന്റെ നാമം വഹിക്കുന്ന പാത്രം. Just carry the name of the Lord. നിന്നെ ആരും കാണരുത്. No one should see you. നിന്നെ ആരും കാണരുത്. No one should notice you. Hallelujah. വരുന്നവരെല്ലാം ഫ്ലവർ കാണും. Everyone must see the flower. ഏതാ ഈ പാത്രത്തിലെ ഫ്ലവർ? Which is this flower? യേശുവിന്റെ നാമം. That's the name of the Lord. യേശുവിന്റെ നാമം. That's the name of Jesus. യേശുവിന്റെ നാമം. Name of Jesus. യേശുവിന്റെ നാമം. The name of Jesus. യേശുവിന്റെ നാമം. Name of Jesus. യേശുവിന്റെ നാമം. Name of Jesus. അത് വഹിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കൈയേർത്തി പിടിച്ചാട്ടെ. ഞാൻ അവന്റെ നാമം വഹിക്കുന്ന പാത്രമത്രേ. I am a vessel that carries his name. ഞാൻ അവന്റെ നാമം വഹിക്കുന്ന പാത്രമത്രേ. I'm a vessel that carries his name. ചേർന്ന് പറയാമോ? Can you say it ഞാൻ together? അവന്റെ നാമം വഹിക്കുന്ന പാത്രമത്രേ. I'm a vessel that carries his name. എവിടെയാ? Where? വീട്ടിൽ, At home? യാത്രയിൽ, As you journey? ഓഫീസിൽ. In your office? അവന്റെ നാമം വഹിക്കാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. You are chosen to carry his name. ചർച്ചിൽ മാത്രമല്ല, Not only in church. ഈ പാത്രത്തിൽ വേറൊന്നും വെക്കരുത്. And please don't put anything else in this vessel. കർത്താവിന്റെ നാമം വഹിക്കുന്ന പാത്രം. Because this is set apart to carry the name of the Lord. അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. Oh, it's like a perfume that you pour. അത് നിന്നിൽ വഹിച്ചാൽ, അത് വഹിച്ചുകൊണ്ട് നീ പോയാൽ എന്നാ സുഗന്ധാരി. You know what happens as you carry this perfume, as you walk around, think about the result. രക്ഷിക്കപ്പെടുന്നവരിലും നശിക്കുന്നവരിലും നിങ്ങൾ സുഗന്ധമായി മാറും. Oh, and the people who are saved and the people who are perishing, you are a sweet aroma to the Lord. പാത്രം. Vessel. ഇവിടെ വായിച്ചത് ശ്രദ്ധിച്ചേ. Listen to what we read here. പാത്രങ്ങളിൽ ചിലതിനെ Some of the vessels ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. taken to the temple. ഇത് ഭയത്തോടെ വായിക്കേണ്ട വാക്യമാണ്. This is something we should read with a lot of fear. ആലയത്തിൽ ഇരുന്ന പാത്രം. The articles that were in the temple. ദൈവവേലയ്ക്ക് മാത്രമെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ച പാത്രം. You know, these vessels that were set apart for God's work. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പാത്രം. A vessel that was of use for God. ഇപ്പോൾ എവിടേക്ക് പോയി നോക്കൂ. Now look at where it was taken to. നെബൂഖദ്നേസറിന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. It was taken to the temple of Nebuchadnezzar. ഇതിന്റെ മീനിങ് എന്താ? What is the meaning of this? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ. Our children who are dedicated for God. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നമ്മുടെ മക്കൾ. We are our children who are supposed to be of use for God. പിശാചിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. If you are not seeing them being of use for the devil, at least you must have heard about such incidences where children are used by the devil. ഇതെന്താണ്? What is this? ശിക്ഷയാണ്. This is punishment. പോളിഷ് ചെയ്യേണ്ട, ന്യായീകരിക്കേണ്ട, അത് ശിക്ഷയാണ്. Do not try to polish it or cover it. That is indeed punishment from God. ക്രിസ്ത്യ ജീവിതം ഗൗരവത്തോടെ കാണാം. Let us take Christian life seriously. അശ്രദ്ധയോടെ ക്രിസ്ത്യ ജീവിതം നയിക്കരുത്. You know, let's be very careful as we lead our Christian life. വളരെ ഗൗരവത്തോടെ ക്രിസ്ത്യ ജീവിതം നയിക്കുക. Let's be very serious with this business. പിശാച് നമ്മുടെ തലമുറയെ കൊണ്ടുപോകാനിട വരാതെ. Do not let Satan take our next generation. പിശാച് നമ്മുടെ തലമുറയെ കൊണ്ടുപോകാതിരിക്കട്ടെ. I pray that Satan may not take our children. ദൈവശിക്ഷയുടെ ചരിത്രമാണ് ദാനിയേൽ പ്രവചനം. You know, prophecy of Daniel is a story of God's punishment. എങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ ഒരു നീതിയുണ്ട്. But you know, even in the midst of all those things, you will see a righteous way of God. ദൈവം ഒരു ശേഷിപ്പിനെ അവിടെയും കരുതി. Even there, God left a remnant. വളരെ അധികം പിന്മാറിപ്പോയ
ഒരു ജനത. This is a group of people who have backslid so much. ദൈവം അടിക്കാനായിട്ട് ഏൽപ്പിച്ച ഒരു സഭ. A church that God has totally abandoned to be punished. പക്ഷെ അതിനകത്ത് ഒരു വിശുദ്ധ സന്തതി ഉണ്ട്. But even in the midst of that, there is a holy nation, there is a holy group, a remnant. ഒരു ഗുഡ് ന്യൂസ് പറയാം. Let me share with you a good news. നശിച്ചു തകർന്നു പിന്മാറ്റാൻ പോക്കാന്നൊക്കെ പറയാറില്ലേ? Sometimes we say it's all gone over, it's backslidden. പോകില്ല. They won't go. അതിനകത്തും ഒരു ശേഷിപ്പുണ്ട്. Oh, there's a remnant in that. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, വേദനിക്കുന്ന ഹൃദയമുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് അതിനകത്തും ദൈവം സൂക്ഷിക്കും. God has always preserved a group of people who cries and who feels aches and pains and who fast and pray and seek His will. ഇങ്ങനെ അടിമകളാക്കി കൊണ്ടുപോയ ഇസ്രായേൽ ജനത, and this Jewish people who were taken as slaves to Babylon, അവിടെ എത്തിയപ്പോൾ as they reached Babylon, ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പിള്ളേരെ പാലസിലേക്ക് തിരഞ്ഞെടുക്കാൻ ചക്രവർത്തി തീരുമാനിച്ചു. And the king decided to recruit few people for some palace duties. അങ്ങനെ തിരഞ്ഞെടുത്തവരിൽ ഒരുവനാണ് നമ്മുടെ കഥാപുരുഷൻ ദാനിയേൽ. And our character Daniel is actually one of those people who are actually set apart to serve the court. തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു, പരിശോധന കഴിഞ്ഞു, എല്ലാ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം അവരുടെ പേര് മാറ്റാൻ തീരുമാനിച്ചു. After the selection and after examining them, then the next thing is to change their names. ദാനിയേൽ എന്ന പേരിട്ടപ്പോൾ അവന്റെ അപ്പന്റെ മനസ്സിലെ സ്വപ്നം ഒരു നീതിമാനായ ദൈവത്തെ കുറിച്ചായിരുന്നു. When Daniel's father named him Daniel, his father actually saw of somebody who is so righteous God. ദൈവം ന്യായാധിപൻ എന്ന അർത്ഥത്തിൽ ആ പേരിട്ടു. God, the righteous judge. That's the reason he was named Daniel. എറണാകുളത്ത് ഞങ്ങളുടെ സമീപത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സഹോദരനുണ്ട്, ജോസ് വലപ്പാട്. There is a brother in Ernakulam who works along with me. His name is Jose Valapart. എറണാകുളത്ത് നടന്ന 10 കൊല്ലം മുമ്പ് നടന്ന ഒരു വലിയ പ്രമാദമായ കേസിലെ രണ്ടാം പ്രതിയാണ്. He's actually a second convict in one of the major cases that took place in Kerala. രാഷ്ട്രീയപരമായി ഒരുപാട് പിടിപാടുണ്ടായിരുന്ന യൗവനക്കാരനെ ജാമ്യത്തിലിറക്കാൻ ആരുമില്ലാതെ പോയി. There's no one to actually bail this guy out, though he had all kinds of political influence. നിരാശയുടെ അടിത്തട്ടിൽ കിടന്നപ്പോൾ ജയിലിൽ വെച്ചവൻ കർത്താവിനെ അറിഞ്ഞു. As he was in jail, he came to know Jesus Christ. 13 കൊല്ലത്തെ തടവിന് വിധിച്ചെങ്കിലും 2 കൊല്ലം കൊണ്ട് പുറത്തു വരുവാൻ തമ്പുരാൻ കരുണ ചെയ്തു. The judgment was for 13 years. He was able to come out in 2 years' time. അദ്ദേഹം ഒരു സുവിശേഷകൻ. Today he is a preacher of the gospel. ഞങ്ങളുടെ സെന്ററിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കും. He works along with us in our center. ജയിലിൽ പെട്ടുപോയ പല ആളുകളുടെയും കുട്ടികളെ അദ്ദേഹം സംരക്ഷിക്കുകയും ജയിലിൽ പോയി സുവിശേഷ വേല ചെയ്യുകയും സഭായോഗം നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. He has got a group of people that works along with him, that who takes care of children of the prisoners and also their family, and also he comes and conducts worship services. കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥലമായ ചോറ്റാനിക്കരയിൽ അവരൊരു ക്രമീകരണം ചെയ്ത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുകയും കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്യും. There's a place called Chotanikara. They have established a small place to raise up these children of the convicts. ഞാൻ ഇവരോടൊപ്പം എല്ലാ ടൗണുകളിലും യോഗം നടത്താൻ പോയിട്ടുണ്ട്. I've gone along with them to many towns to actually conduct meetings. കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ എല്ലായിടത്തും പോയി. To many cities of Kerala. അവരുടെ യോഗത്തിനുള്ള ഗുണം എന്നാ ചോദിച്ചാൽ ആരും കല്ലെറിയല, ആരും ചെയ്തു. One thing especially that I've noticed about their meetings, actually nobody would actually throw stones at them or disrupt the meeting. കാരണം ജീവപര്യന്തം കഴിഞ്ഞ 11 പേരാ. With all these 13 people are actually convicts, got a lifetime imprisonment. ഇവര് യോഗത്തിന് മുമ്പ് ആ ഭാഗത്തുള്ള വീടുകളെല്ലാം കയറും. So they'll actually go to all the houses, visit the houses nearby. വിരോധപ്പെട്ട കേസൊന്നും അങ്ങോട്ട് പോരുകയില്ല. So the people, anyone who has any idea about disrupting, they won't come there. ജീവപര്യന്തം കഴിഞ്ഞവന്റെ അടുത്തോട്ട് വരുന്നത് സൂക്ഷിച്ചു വേണ്ടേ. They'll be very scared to come to any people like this. അതുകൊണ്ട് ഇവരെ കാണാൻ ഒരുപാട് ജനവും കൂടും, ഒരു ഉപദ്രവവും ഉണ്ടാകും. So a lot of people actually come to see them, and no one would cause any disruption.
കേരളത്തിൽ ഞാൻ സംബന്ധിച്ച യോഗങ്ങളിൽ ഏറ്റവും എൻജോയ് ചെയ്ത മീറ്റിംഗാണ്. So these are some of the meetings I have really enjoyed in Kerala. ഒരുപാട് ആളുകൾ കർത്താവിനെ അറിയാൻ A lot of people came to know Jesus Christ. പറയാൻ വന്ന സ്റ്റോറി അതല്ല. But the story is not what that's. ആ സഹോദരന്റെ മകന്റെ പേര് ഡാനിയൽ. And he has a son by the name Daniel. അദ്ദേഹം ഇപ്പൊ വന്ന് ഈ സ്ഥാപനം നടത്തുന്നത് രാവിലെ അവിടുന്ന് രാവിലെ ഈ പയ്യൻ എഴുന്നേറ്റ് പാല് മേടിക്കാൻ കുറച്ച് ദൂരേക്ക് പോകും. And little Daniel actually will go to a nearby store to get milk. ഇവരെല്ലാ ദിവസവും പാല് മേടിക്കാൻ പോകുമ്പോൾ ഒരു മനുഷ്യൻ നടക്കാൻ പോകുന്ന ആളെ വഴിക്ക് വെച്ച് കാണും. And every day as he goes to buy milk, he see a man actually who goes for the morning walk. He meets him. ഇവൻ ഭയങ്കര സ്മാർട്ടായ പയ്യൻ. He's a pretty smart guy. അപ്പൊ ഈ നടക്കാൻ പോണ മനുഷ്യൻ പല ദിവസം നോട്ട് ചെയ്ത് ചില ദിവസം ചോദിച്ചു, എന്റെ പേരിനാണ്. And this person who is actually going for the morning walk, he asked him one day, "What's your name?" എന്റെ പേര് ദാനിയൽ. My name is Daniel. അതിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. He hearing that name for the first time. ദാനിയൽ. Daniel? ഇതാരെ പേരിട്ടെ? Who gave you this name? എന്റെ ഡാഡി. This is my daddy. എന്താ ഇതിന്റെ അർത്ഥം? What does it mean? ദൈവം എന്റെ ന്യായാധിപൻ. God is my judge. തുടങ്ങിട്ടു. He was kind of scared. നിന്റെ അപ്പനോട് എന്നെ ഒന്ന് കാണാൻ പറയണം. Just tell your dad to meet me. താങ്കളുടെ വീട് ഏതാന്ന് ചോദിച്ചു. So where's your house, Dad, brother? വീട് കാണിച്ചു കൊടുത്തു. He showed him the house. അപ്പനവിടെ ചെന്നു. The father went there. എടോ തന്റെ കൊച്ചിന്റെ പേരിന്റെ അർത്ഥം എന്നാ? What's the meaning of your son's name? ദൈവം എന്റെ ന്യായാധിപൻ. God is my judge. താൻ എന്തോർത്താ പേരിട്ട്? Why did you name him? What were you thinking as you named him? സാറേ, എന്നെ ഒരുപാട് ന്യായാധിപന്മാർ വിസ്തരിച്ചതാണ്. I've been tried by many judges. നേരോടെ വിധിക്കുന്ന ഒരു ദൈവം എന്നെ വെറുതെ വിട്ടു. But there is a God who Hallelujah. does righteous judging. He actually let me go free. അതുകൊണ്ട് എന്റെ കൊച്ചിനാ പേരിട്ടു. That's the reason I named him Daniel. അയാൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, You shook hands. ഞാൻ എറണാകുളം ഹൈക്കോടതിയിലെ ജഡ്ജാണ്. He said, I'm a judge of High Court. ഭയക്കുകൊണ്ടൊരു ജഡ്ജ് ഉണ്ടെന്നാൽ അന്നാണ്. That's the day then this judge realized that he too has a judge. ദൈവമക്കളുടെ പേരിന് അർത്ഥമുണ്ട്. Praise the Lord. If you know, children of God, if you have a meaning for your name, that would be good. ഒന്നോ രണ്ടോ പിള്ളേരല്ലേ ഉള്ളൂ. You only have, after all, 1 or 2 children. അർത്ഥമുള്ള പേരിട്ടുകൂടെ? Just name them something good with meaning. ഈ വീട്ടതൊന്നും മാറ്റാനൊക്കെ ഇല്ല. Now you don't need to change whatever you gave. ഈ ഉള്ളതെങ്കിൽ Well, of course, anytime if there's something new addition comes, അത് മാറ്റിയവരുണ്ട്. there are people who have changed their given name. ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോൾ എന്റെ സഹശുശ്രൂഷകൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു 3 മക്കളെ തീരുമാനിച്ചു. And as I took this class, there's a friend of mine who actually changed the names of all his 3 of his children. നാരദപുരിയുടെ 3 മക്കളെ പേര്. The names were Jajuji. അത് മാറ്റിയിട്ട് And either he changed the names. ബർന്നബാസ്, യോശുവ, കാലേബ് എന്നൊക്കെ പേരിട്ടു. He named them Barnabas, Joshua, and Caleb. അർത്ഥമുള്ള പേരിട്. ഒരു ചാൻസ് അതിനെ കൊള്ളൂ. You have only one chance. Give them some good name. Praise the Lord. Praise the Lord. പക്ഷേ ആ പേര് പിശാച് മാറ്റി. But devil actually changed this name. ബാലിന്റെ ദാസൻ എന്ന പേരാണ്. Actually changed the name to the servant of Baal. 6-7 വാക്യങ്ങളിൽ അതാ പറഞ്ഞിരിക്കുന്നത്. You know, verses 6 and 7 actually talks about it. ഈ പാവപ്പെട്ട ദൈവമക്കളെ പേര് മാറ്റി ഇപ്പം മിണ്ടാതിരുന്നു. You know, when they changed their name, these children of God, they did not protest. 8 വാക്യം ഉറക്കെ വായിച്ചാട്ടെ. Read verse 8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. 8 വാക്യം നമ്മൾ പിന്നെ മുമ്പേ വായിച്ചതാണ്. മലയാളം ബൈബിളിൽ അത് ആരംഭിക്കുന്നത് എന്നാൽ എന്ന് പറഞ്ഞാണ്. In English, in Malayalam Bible, it starts saying, therefore. മുകളിൽ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്ന വാക്കാണ്. It is actually connecting to the previous verse. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. പേര് മാറ്റിയപ്പോൾ മിണ്ടാതിരുന്നെങ്കിലും ഭക്ഷണം മാറ്റിയപ്പോൾ പ്രതികരിച്ചു. Praise the Lord. Well, when they changed their name, they did not respond. But when they changed the food, അതെന്തായിരിക്കും അതിന്റെ കാരണം? why? What's the reason for it? എനിക്ക് കിട്ടിയ വ്യാഖ്യാനം പറയാം. I'll tell you my interpretation. പേരിപ്പോ മാറ്റണ്ടെന്ന് പറഞ്ഞാലും പേര് വിളിക്കുന്നത് നിങ്ങളല്ലേ. Even if I say don't change my name, it is you who are going to call my name. അതായത് എന്റെ പേര് ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല. I've never called my name. നിങ്ങളെ വിളിച്ചത്. You called me my name. നിങ്ങൾ എന്നെ അത് ഇഷ്ടമുള്ളത് വിളിക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ If you decide this is what you're going to call, what am I going to do about it?
എന്റെ സ്കൂളിലെ പേര് ഞാനിപ്പോ പരസ്യമായിട്ട് പറയുന്നില്ല. I'm not going to tell you openly about what's my official name that is given in school. എന്റെ ഓട്ടോഗ്രാഫിലെങ്കിലും അത് എഴുതരുതെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല. You know, they and I told them not to write that in my autograph, but they wrote that. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന പേര് നമ്മളെ അവരെ വിളിക്കണമെന്നില്ല, അവർക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. They call you whatever the name they feel like calling you. അപ്പൊ ഈ പിള്ളേർ ബുദ്ധിയുള്ളവരാണ്. They were smart kids. ഞങ്ങളിപ്പോ രക്തസാക്ഷിയാവുമെന്ന് പറഞ്ഞില്ല. They didn't say we're going to be martyrs now. ധൃതി പിടിച്ചാലും രക്തസാക്ഷിയാണ്. Don't try to be a martyr. ജീവിക്കാനാ ബുദ്ധിമുട്ട്. Just try to live. It's difficult to live. പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുക. Just make sure that you live wisely. ഞങ്ങളുടെ പേര് മാറ്റിയാൽ ഞങ്ങൾ ഇപ്പൊ മരിക്കും. If we change our name, we will die now. മരിച്ചാൽ ഒഴിച്ചിടും അത്രേ ഉള്ളൂ. If we die, we'll be buried. ബുദ്ധിയോടെ പ്രവർത്തിച്ചു. They were wise. They moved wisely. അവർ നാലുപേരുടെ ആലോചിച്ചു, മോനെ ഇടപ്പം പേര് മാറ്റുന്നത് നമുക്ക് ദുഃഖമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് മൗനമായിട്ടിരിക്കാൻ, നമുക്ക് പിടിക്കാവുന്ന ഒരു പോയിന്റ് വരുമ്പം പിടിച്ചാൽ മതി, ഇപ്പൊ പ്രാർത്ഥിച്ചിരിക്കാവുന്ന. So they all four consulted together and they said, they change our names and let's not respond to that, but wait until an opportunity comes for us to respond. പിറ്റേ ദിവസം കേട്ടു ഫുഡ്. The next day they heard they're going to do something about the food. പാലസിലെ ഫുഡാണ്. It's a palace food that we supply. ഇതൊന്ന് കഴിക്കാൻ ഒരു അവസരം കിട്ടിയ എത്ര നല്ലവൻ മതിയായെന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ Well, when it is given, you would say, oh, what an awesome God who supplies me with all this food. എന്റെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചതിന്റെ ഫലമാണ് എനിക്ക് ഈ ടേബിളെ വരാൻ ഒത്താൻ. You could say it's because my father served God, that's the reason I'm supplied with all these things. അങ്ങോട്ട് പോണതിന് മുമ്പ് ഒരു അന്വേഷണം നടത്തി എന്തൊക്കെയാ വിളമ്പുന്നത്. So even before they went to eat the food, they made an inquiry about what kind of food that is served there. മൊത്തം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നമുക്ക് പറ്റില്ല. They realized that this is not fitting for us. ഉടനെ ചാടിക്കറി രക്തസാക്ഷി ആയില്ല. So they did not want to be martyrs all of a sudden. പരിജ്ഞാനത്തോടെ ഡീൽ ചെയ്തു. They dealt things wisely. പ്രാർത്ഥിച്ചു പറഞ്ഞു, നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് അങ്ങ് പറയാം. അതാ ഇപ്പൊ ഇവിടെ ബുദ്ധി. After little consultation, they said, let's tell them that the officials that we are vegetarians. കാരണം വെജിറ്റേറിയനിൽ ഭക്ഷണ നിയമം വെച്ചിട്ടില്ല. Because there's no particular rules regarding people who are vegetarian. പാവയ്ക്ക കഴിക്കരുത്, മുരിങ്ങക്ക കഴിക്കണം, അങ്ങനെയൊന്നും ബൈബിളിലില്ല. And we have no laws that actually there tells us to eat certain vegetables. എന്നാൽ നോൺ വെജില് നിയമങ്ങളുണ്ട്. But when it comes to non-vegetarian stuff, we have all kinds of ceremonial laws. പിന്നെ പ്ലെയിൻ വാട്ടറിൽ നിയമമൊന്നുമില്ല. There's actually no laws concerning drinking plain water. അതുകൊണ്ട് പ്ലെയിൻ വാട്ടറും വെജിറ്റേറിയനും പ്രിഫർ ചെയ്തു. So they prefer plain water and vegetarian meat. പിന്നെ അതിനകത്തൊരു സത്യമുണ്ട്, അത് തന്നെയാണ് നല്ലത്. There's a truth to that. Actually, vegetarian is good. സാരില്ല, സൗകര്യം പോലെ ചെയ്തു. I'll leave that to you. കാരണം ഇത് കൊണ്ടാക്കുന്ന സമയം വേണം. Because it takes time to make all this. മറ്റുള്ള എളുപ്പമാണ്. The other one is a little easier. പിന്നെ പിശാചിന്റെ ബിസിനസ് തന്ത്രങ്ങളെ അറിയാതിരിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ടിവിയിൽ പരസ്യം കാണുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ള പുതിയ പുതിയ സാധനങ്ങളുടെ പരസ്യം ഇങ്ങനെ മല പോലെ കൂട്ടി കാണിച്ച് അതങ്ങോട്ട് തീരുമ്പോൾ എക്സസൈസ് മെഷീന്റെ പരസ്യം. We also need to be aware of the schemes of the devil. After showing all these food, right after all they're showing all kinds of food, and you have this equipment, exercise equipments that have been exhibited there. ഭയങ്കര ബിസിനസ് ടെക്നിക്ക് ചെയ്തു. It's all business techniques. ഇത് മുഴുവൻ മേടിച്ച് കഴിച്ചു അമിഷം മേടിച്ച് ഓടിക്കും. You buy all these things and eat, then of course buy this machine and start exercising. ഇത് കുറച്ചാൽ മിഷൻ മേടിക്കണ്ട. If you can reduce here, you don't need to spend money to buy machines. ഇതൊന്നും പറഞ്ഞാൽ നടക്കില്ല. ബിസിനസ്സുകാർ നമ്മളെ കൊള്ളയടിച്ച് കഴിക്കും. Whatever I say, all this is not going to help because they already pumped our pocket. ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒരു ദിവസം കൊണ്ട് എങ്ങനെയും നമ്മുടെ അകത്ത് ആക്കിക്കും. They make you eat the whole week's food in one day. കുറെ കഴിയുമ്പോൾ ഇതൊരു രോഗം. After some time, this becomes a disease. വിശപ്പ് തീരുന്നില്ല. You continue, you cannot satisfy the hunger that you have. കുറച്ചുകൂടെ ഇടട്ടെ. Some more. അത് നിങ്ങൾ നിർത്തുന്നവരെ ഇട്ടോ. Yes, you continue to pour. അത് ഒരു സാധാരണ തന്ത്രമാണ്. This is a devilish trick. അതിഭക്ഷണം പൈസയ്ക്ക് ടെക്നിക്കാണ്. Overeating is also something connected to the devil. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് മതി. You should only eat what a man needs. അതിൽ കൂടുതൽ യാഗത്തെ കയറ്റിയിട്ട് പിന്നെ അത് പുറത്തേടിക്കാൻ വിഷയം വേറെ. You take in more than what you really need and then spend money to buy machine to get things out. തിരിച്ചറിഞ്ഞുകൊള്ളുക തന്ത്രങ്ങളെ.
just distinguish and beware of the devil's schemes. തിരിച്ചറിഞ്ഞുകൊള്ളുക തന്ത്രങ്ങളെ. Just have a discerning mind. Praise the Lord. Praise the Lord. ദാനിയേൽ തീരുമാനമെടുത്തു, plain water with vegetarian. Daniel resolved that he's going to have vegetarian meals and then plain water. എന്തുകൊണ്ട്? Why? അശുദ്ധി ഭവിക്കരുത്. Because he doesn't want to defile himself. Praise the Lord. Praise the Lord. ദാനിയേൽ കണ്ട ദൈവം ഒന്ന്. The God that Daniel saw, number one, വിശുദ്ധന്മാരെ കാണുന്ന ദൈവം. He's a God who sees holy children. നിങ്ങൾ എവിടെ ജീവിച്ചാലും Wherever you live, നിങ്ങളെ കാണുന്നൊരു ദൈവം. there's a God who sees you. ഈ 8-ാം വാക്യം ആണ് ഇതിന്റെ കീവേഡ്. 8th verse is the key verse. അശുദ്ധി വരുത്തരുതെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. He resolved in his heart that he would not defile himself. അല്ല പാസ്റ്ററെ, അകത്തേക്ക് ചെല്ലുന്നൊന്നും അശുദ്ധ ആക്കിയിരുന്ന വാക്യം. Bible, there are words that tells things that goes inside doesn't defile you. ചിലർക്ക് ആ വാക്യമാണ് ഇഷ്ടം. Some people like that verse. അശുദ്ധി വരും ഭക്ഷണത്തിലൂടെ, അശുദ്ധി വരും Yes, defilement will come through food. ഡ്രിങ്കിങ്ങിലൂടെ, അശുദ്ധി വരും Through drinking, defilement will come. കാഴ്ചയിലൂടെ അശുദ്ധി വരും, Through seeing, defilement will come. കേൾവിയിലൂടെ Through listening, defilement will occur. ഇടപെടലിലൂടെ അശുദ്ധി വരും. Through intermingling, defilement takes place. നിനക്ക് അശുദ്ധി വരുത്തരുത് എന്ന് നിനക്കൊരു തീരുമാനം എടുക്കാവോ? Can you make a resolution in your heart that you will not defile yourself? എനിക്ക് ഞാൻ അശുദ്ധി വരുത്തുകയില്ല. I will not defile myself. അശുദ്ധി വരുത്തരുതെന്ന് തീരുമാനമെടുക്കണം. Yes, we must resolve not to defile. കുടുംബമായി തീരുമാനമെടുക്കണം. As a family unit, we should make decisions. വിശുദ്ധി അയക്കരുത്. Holiness, we need to hold on to it. പ്ലീസ് ശ്രദ്ധിച്ചു കേൾക്കുക. Listen very carefully. അശുദ്ധി വരുത്തരുത്. Do not let unholiness creep in. അല്പം വീഞ്ഞു കുടിച്ചെന്നോർത്ത് കുഴപ്പമില്ലെന്നുള്ള വ്യാഖ്യാനം എടുക്കരുത്. Do not take that interpretation or the verse that say little wine is okay. നീ ഇച്ചിരി കുടിച്ചാൽ നിന്റെ സന്തതി ഷാപ്പിൽ കിടക്കും. If you drink little bit, your son will live in liquor shop. നീ വ്യഭിചാരത്തെ നിസ്സാരമായി കണ്ടാൽ നിന്റെ തലമുറ നശിച്ചു പോകും. If you take adultery and look at it, view it lightly, your children will be destroyed. നീ ദ്രവ്യാഗ്രഹത്തെ നിസ്സാരമായി കണ്ടാൽ നിന്റെ തലമുറ പണമുണ്ടായിരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ കാണില്ല. Love of money, running up to the worldly pleasures, if that's what you look at, the things of the world, then your children will never be there in the presence of God. അശുദ്ധി വരുത്തരുതെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. Resolve not to defile himself. വിശുദ്ധന്മാരെ കാണുന്നൊരു ദൈവം. There's a God who sees his saints. വിശുദ്ധന്മാരെ കാണുന്നൊരു ദൈവം. There's a God who sees his holy children. വിശുദ്ധന്മാരെ കാണുന്നൊരു ദൈവം. There's a God who sees his holy children. വിശുദ്ധി സൂക്ഷിക്കുക. Keep yourself in holiness. മദ്യപാനത്തിനും അതിഭക്ഷണത്തിനും വ്യഭിചാരത്തിനും വേണ്ടി ഈ തലമുറ ഓടുകയാണ്. This generation is running after money, food and adultery. ഇത് വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. This is increasing as the days pass by. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. Holy living, holiness is very important topic for a child of God. നിസ്സാരമായിട്ട് കാണരുത്. Do not take it lightly. ഞാൻ അത്രയും പറയാനേ ഇന്നതിന് സമയമുള്ളൂ. That's all time I have to speak on that part. ദാനിയേലിന് അറിയാമായിരുന്നു, ഞാൻ പാലസിലാണെങ്കിലും എന്നെ കാണുന്നൊരു ദൈവം. Daniel knew in his heart that though I'm in palace, there is a God who sees me. നീ എവിടെ പാർത്താലും നിന്നെ കാണുന്നൊരു ദൈവം. Wherever you may live, there is a God who really sees you. ദാനിയേൽ അറിഞ്ഞ ദൈവമാര്? Who is this God that Daniel knew? വിശുദ്ധന്മാരെ കാണുന്ന ദൈവം. He is a God who sees his holy children. Number 2. വാക്യം 9 verse 9. ദൈവം ദാനിയേലിന് ക്ഷണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാനിട വരുത്തി. അതിൽ നിന്ന് നാം രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്യാൻ പോകുന്നു. We are looking at the second thing here. എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ വ്യക്തമാക്കാം. We make it clear for those who take notes. ഔദ്യോഗിക ജീവിതത്തിൽ വിശുദ്ധിയിൽ നിൽപ്പാൻ കൃപ നൽകുന്നു. God gives you grace to be holy in your official capacity. നമ്മൾ ഭക്തന്മാരാണെന്നോർത്ത് പള്ളിയിൽ തന്നെ
ജീവിക്കാൻ പറ്റൂല. ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. We just cannot stay in our church and temple itself, but we need to go out and work. ഈ രാജ്യം തുറന്നത് ജോലി ചെയ്യാനാണ്. അവിടെ ജോലി ചെയ്യണം. We came to this land as immigrants to work. We must work. വർക്ക് ചെയ്യുന്നിടത്ത് എല്ലാവരും വിശുദ്ധന്മാരല്ല. In the workplace, all are not holy. ഒരുപക്ഷെ ബോസ് ദൈവത്തിനെതിരായിരിക്കും. Your boss may be an atheist. താഴെ ജോലി ചെയ്യുന്നവൻ ദൈവമില്ലാത്തവനായിരിക്കും. Your subordinates may be somebody who doesn't care for God. ഇടത്തും വലത്തും നിൽക്കുന്നവർ ദൈവമില്ലാത്തവരായിരിക്കും. People sitting left and right don't care about God. പേടിക്കണ്ട. Don't worry. അതിനകത്ത് നിൽക്കാൻ ദൈവം കൃപ തരും. God will give you grace. Amen. Just live in the midst of them. അതിനകത്ത് നിൽക്കാൻ ദൈവം കൃപ തരും. God gives you the grace to live among them. പാസ്റ്റർ ഭക്തനായിട്ട് ജീവിക്കണം, പള്ളിയിൽ ഇരിക്കണം എന്ന് പറയരുത്. Don't tell me that you need to be in a church to be a holy life. നീ ആയിരിക്കുന്ന ഔദ്യോഗിക മണ്ഡലത്തിൽ വിശുദ്ധനായി ജീവിക്കാൻ ദൈവം കൃപ തരും. Even in your official place of work, God gives you grace. 9 വാക്യം ഉറക്കെ വായിക്കൂ. Verse 9, read loud. വാക്യം 9. ദൈവം ദാനിയേലിന് തന്റെ മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. God had caused the official to show favor and sympathy to Daniel. നീ നിൽക്കുന്ന സ്ഥാപനത്തിൽ, നീ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്റെ ദൈവത്തിന്റെ നാമത്തെ അപമാനിക്കാതെ നിൽക്കാനുള്ള കൃപ ദൈവം തരും. The organization that you work, the office that you work, your God will give you grace to hold His name up. മാത്രമല്ല അവിടെ നിനക്ക് ദൈവത്തെ ഉയർത്താനും ദൈവം കൃപ തരും. Yes, God will give you the grace to lift His name. ആഗ്രഹമുണ്ടോ? Do you have a desire? വഴിയുണ്ട്. There is a way. ആഗ്രഹമുണ്ടോ? Do you have a desire? വഴിയുണ്ട്. There is a way. Praise God. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, എന്റെ ഓഫീസ് ഡിഫറെന്റ് ആണ്. But you don't understand. My office is very different. നോണ പറയും. Don't tell lie. ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയ ഒരു ഓഫീസും ഇല്ല. There's no difficult office than this office. അവിടെ ദൈവം കൃപ തരും. God gave grace in that place. അങ്ങനെയാണ് ഇവിടെ കൃപ തരും. If that's the case, then here in your place, He will give you grace. അമേരിക്കയിൽ അങ്ങനെയല്ല. But you don't understand. This is America. അബദ്ധം പറയരുത്. Don't tell me that. ആഗ്രഹമുണ്ടോ? Do you have a desire? വഴി തുറക്കും. God will open a door. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും. I will pray for you tonight. എന്റെ ഓഫീസിനെ വേണേ ദൈവം മാറ്റി തരും. God can transform your office and change your office. ഡിസ്റ്റർബ് ചെയ്യുന്ന ആളെ ദൈവം ട്രാൻസ്ഫർ ചെയ്തു. God can transfer the person who causes you. Hallelujah. Hallelujah. Praise. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഈ രാജ്യത്ത് ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ചാർജെടുക്കാൻ വരുന്ന ഒരു ദൈവദാസൻ അതിനെക്കുറിച്ചൊരു ദൈവഹിതം അറിയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പ്രവചിക്കുക ഒന്നുമില്ലാത്തൊരു സഹോദരി, അങ്ങനെ വലിയ ഫേമസ് അല്ലാത്തൊരു സഹോദരി ചെന്നു പറഞ്ഞു, പാസ്റ്റർ ഞാനൊരു വിഷൻ കണ്ടത് പറയാവുന്നത്. There's a pastor who was supposed to come and take charge of a church here in the US. He was seeking God's will, and all of a sudden a sister who is not a known prophetess, and she said, I'm going to tell you a vision that I saw. നിങ്ങളൊരു ഓഫീസിന് മുമ്പിൽ പാസ്റ്ററും ഭാര്യയും മക്കൾ കൂടെ ക്യൂ നിൽക്കുന്നു. You are actually standing in front of an office, standing in a queue, you and your wife and children. കണ്ണാടിക്കപ്പുറത്ത്, ഗ്ലാസിനപ്പുറത്ത് ഒരു ലേഡി ഇരുന്ന് പേപ്പറുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. And on the other side of the glass, there is a lady who is working on her papers. നിങ്ങൾ അവിടെ എത്തുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് ആ ലേഡി എഴുന്നേറ്റ് പോയിട്ട് ഒരു പുരുഷൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ പേപ്പർ ഓക്കെ അടിച്ചു തരും. And 2 minutes before you actually come to that place, another man comes and takes her seat, and he actually gives an okay to your paper. അതിന് മുമ്പിരുന്നയാള് ആർക്കും കൊടുത്തില്ല. And the person who sat there before this person approved nobody. ഇങ്ങനെ ഒരു വിഷയം കണ്ടത്. Said, I saw a vision. വലിയ ഗൗരവമായിട്ട് അവരത് എടുത്തില്ല. They didn't take it serious. പക്ഷെ അവർ ക്യൂവിൽ നിന്നപ്പോ തോന്നുന്നു. When they were standing in the queue, they remembered that dream. ലേഡിയാണ് ഓഫീസിൽ. There was a lady sitting there. അടുത്തടുത്ത് ചെന്നപ്പോ മോൻ ചോദിച്ചു, പാസ്റ്റർ ആന്റി പറഞ്ഞ വിഷൻ തെറ്റിയല്ലോ, ലേഡി മാറിയില്ലല്ലോ. And as they reached very closely, the little boy said, see, look, the vision is actually wrong. The lady still sits there. മോനെ ഇനിയുണ്ടല്ലോ 5 മിനിറ്റ് കൂടെ. We still got 5 more minutes. 2 പേര് മാത്രം ക്യൂവിലുള്ളപ്പോൾ ആൾ മാറി.
When there's only 2 more people ahead of them, person changed. ദൈവം നിനക്ക് വേണ്ടി ആരെയും മാറ്റും. God can change anybody for you. ദൈവം ഉദ്ദേശിക്കുന്നിടത്ത് നിന്നെ എത്തിക്കാൻ ദൈവം ആരെയും മോചിക്കും. God can move anybody from the way to make sure that you reach your destined place. ആഗ്രഹമുണ്ടോ? വഴിയുണ്ട്. Do you have a desire? There is a way. ആഗ്രഹമുണ്ടോ? Do you വഴിയുണ്ട്. have desire? God has a way. ഇതിനിടയിൽ ദൂതുണ്ട്. And then I know there is a prophetic message here this time. ഇതിനകത്ത് ദൂത് പറയാനുണ്ട്. Yes, I have a message for God's people. നിനക്ക് ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആരെയും മാറ്റുന്നതിന് ദൈവമുണ്ട്. There is a God who can remove any obstacle, any person who stands in the way as you serve God. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. Believe and pray. കർത്താവേ, എന്റെ വിശുദ്ധ ജീവിതത്തിന് തടസ്സമായിട്ടുള്ളത് മാറണം. God, anything that is an obstacle from my holy life must be removed. എന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ടുള്ളതിനെ നീ മാറ്റണം. Anything that is against my ministry must be moved. മാറ്റുന്ന ഒരു ദൈവമുണ്ട്. It's a God, He moves. മേലുദ്യോഗസ്ഥന്റെ ഹൃദയം മാറ്റി. God changed the heart of the official. ദാനിയേൽ കണ്ട ദൈവം ആരാണെന്ന് മനസ്സിലായോ? Do you know the God that whom Daniel saw? പ്രായോഗിക ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ കൃപ നൽകുന്നത്. He gives you the grace to be a faithful person in your official capacity.